കോൺഗ്രസ് എന്തുകൊണ്ടാണ്, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്, അവർ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, അവരുടെ രീതി, അവരുടെ രാഷ്ട്രീയത്തിനെക്കുറിച്ച് ഏറ്റവും നല്ല ഉദാഹരണമാണ് പാലക്കാട്. ഇവിടെ എത്രയോ കൊല്ലമായിട്ട് ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെല്ലാം അറിയുന്ന കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ തലയിൽ, സാധാരണ പാലക്കാടിൻ്റെ നല്ല ജനങ്ങളുടെ തലയിൽ MLA ആയി കെട്ടിവെച്ചു. ഞാൻ വ്യക്തിയെ കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ അതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം, അതിൻ്റെ പിന്നിലുള്ളൊരു രാഷ്ട്രീയ സംസ്കാരം, ഇവർ ജനങ്ങൾ അവസരം തരുമ്പോൾ അഴിമതി, ജനങ്ങളെ ചൂഷണ, എക്സ്പ്ലോയിറ്റേഷൻ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഈ MLA ഒരു ഉദാഹരണം. ശബരിമല കൊള്ളയിൽ ഒരു മെയിൻ സ്റ്റാറായി ഒരു ദല്ലാൽ കോൺഗ്രസിൻ്റെ സഹായത്തോടാണ് ഇതിൽ കയറിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവും അതിൻ്റെ ഒരു കൃത്യത നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഫോട്ടോസ് എല്ലാം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസ് UDF 8 മന്ത്രിമാരുണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന്, കേരളത്തിൽ നിന്ന്. UPA സർക്കാരിൻ്റെ 10 കൊല്ലം അവർ നാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഒരു കോൺട്രിബ്യൂഷനും ഇന്ന് അവരോട് ചോദിച്ചാലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഭീകരമായ അഴിമതി ഡൽഹിയിൽ നടത്തി, ഇവിടെ അവസരം കിട്ടിയപ്പോൾ ഇവിടെയും നടത്തി. ഇതാണ് അവരുടെ സംസ്കാരം, അവരുടെ രാഷ്ട്രീയ സംസ്കാരം, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. മറുവശത്ത് അവരുടെ ഇന്ത്യ അലയൻസ് പാർട്ട്ണറായ CPM പണ്ടുകാലത്ത് അഴിമതി കോൺഗ്രസിൻ്റെ ഫോർട്ടേ ആയിരുന്നു, കോൺഗ്രസിൻ്റെ മൊണോപ്പൊളി ആയിരുന്നു. അക്രമ രാഷ്ട്രീയം ആയിരുന്നു CPMൻ്റെ ഒരു ഡൊമെയിൻ. പക്ഷെ ഇന്ന് അഴിമതിൻ്റെ ഡൊമെയിനിലും CPM പറയുന്നു, അല്ല ഞാൻ കോൺഗ്രസ് അങ്ങനെ ആ റേസിൽ ആദ്യം മുമ്പോട്ട് പോകണ്ട, ഞങ്ങൾ അതിൻ്റെ ഒരു ക്ലോസ് കോമ്പറ്റീഷനിലാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ഏത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നോക്കിയാൽ അഴിമതി, കുറ്റകരമായ അനാസ്ഥ, കഴിവില്ലായ്മ, ഇൻകോമ്പറ്റൻസ്, ഇതാണ് LDF തരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.